ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ റെസിപ്പിയാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റേതായ ചില ചേഞ്ചസൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും അതായത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ എത്രയാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് പിന്നെ അത്യാവശ്യമായി നമ്മൾ ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ തന്നെ യോഗട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. യോഗട്ട് ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ യോഗട്ട് ഇല്ല എങ്കിൽ നിങ്ങൾ തൈര് ഉപയോഗിച്ചാലും മതി. അങ്ങനെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടിവർഗ്ഗങ്ങളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ, ഞാനിവിടെ 1 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ മസാലയെ നന്നായിട്ട് പുരട്ടിയെടുക്കുക. എന്നിട്ട് ഒരു 1 hour ഇതിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തന്നെ വേണം റെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നീട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ്റെ പീസുകളെ ഓരോന്നായി എടുത്തിടുകയാണ് ചെയ്യുന്നത്. എനിക്കിവിടെ 2 എണ്ണം വെച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ആ ഒരു പാനിലുള്ളതുകൊണ്ട് ഞാൻ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പിന്നീട് നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. തീ കൂട്ടി വെച്ച് അടിക്ക് പിടിപ്പിച്ച് കളഞ്ഞു പോകരുത്. കാരണം നമ്മുടെ ചിക്കൻ എന്തായാലും നമ്മൾ കൊതിയോടെ ആയിരിക്കുമല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ നശിപ്പിച്ച് കളയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ബട്ടറിൽ കിടന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അപ്പോൾ പതുക്കെ വെന്ത് വരികയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ വെച്ചാൽ ചിക്കൻ എളുപ്പത്തിൽ വേകുമോ എന്ന്. നന്നായിട്ട് വേവും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. തിരിച്ച് മറിച്ചും ഇട്ട് ഞാനതിനെ നന്നായിട്ട് ഒരുപാടങ്ങ് മുരിഞ്ഞു പോവരുത്. ഒരു ജ്യൂസി ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇത് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ഇതിൽ ആ ഒരു ഫ്ലഷിന് ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെ അപ്പുറം ഇപ്പുറം ഒക്കെ തിരിച്ച് മറിച്ചിട്ട് കാഴ്ചയ്ക്ക് തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ഭംഗിയാണ്. ഇനി ഇതിനകത്തേക്ക് വേണ്ട സോസ് നമ്മൾ തയ്യാറാക്കണം. ഞാനിവിടെ 3 മുട്ടയുടെ വൈറ്റ്, അതായത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ, അതിൻ്റെ വൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ശേഷം 3-4 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നീട് അതിനകത്തേക്ക് ചീസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, സ്ലൈസായ ചീസാണ്. അപ്പോൾ പിന്നീട് അതിനാവശ്യത്തിലും ഉപ്പും ഒരിത്തിരി പഞ്ചസാരയും, 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കുക. പിന്നീട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ചേർക്കാൻ മറക്കരുത്. അതും കൂടി ഇട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ തയ്യാറാക്കി വന്നിരിക്കുന്ന കുക്ക് ചെയ്ത ചിക്കൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, കുറച്ച് നേരം ഞാനൊന്ന് അടച്ച് വെച്ചു കേട്ടോ. കാരണം അത് ആ ഒരു ചീസൊക്കെ അതിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിയിലയൊക്കെ ഉപയോഗിക്കാം. അത് കാണുന്ന വീഡിയോസിലൊന്നും അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിനെ മല്ലിയിലയൊക്കെ വെച്ചിട്ട് ഒന്ന് അട്രാക്റ്റീവ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അല്ലാതെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പടമാണ്. അപ്പോൾ ഞാനിവിടെ മല്ലിയില ഇടുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തോന്നിയതുകൊണ്ടാണ് ഇട്ടത്. കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്. താങ്ക് യു ഓൾ.